തിരുപ്പതി യാത്ര. തിരുമലയിലേക്കുള്ള യാത്രയിൽ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ എല്ലാം ഇതേപോലെയുള്ള മണ്ഡപങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ രാമനടക്കമുള്ള എല്ലാ അവതാരങ്ങളെയും കണ്ടാണ് നമ്മൾ ഓരോ പടിയും കടന്നു വരുന്നത്. ഇപ്പോൾ 3000-ൻ്റെ അടുത്ത് പടികളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇത് ശ്രീകൃഷ്ണൻ്റെ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടിട്ട് വന്നതിൽ രാമൻ്റെ വലിയൊരു ക്ഷേത്രമാണ്. രാമനും സീതയും ലക്ഷ്മണനും കൂടി ഇരിക്കുന്ന ഒരു ക്ഷേത്രം. അവിടെ ഒരു വലിയ ഹോട്ടലുകളുടെ ഒരു വലിയ ശൃംഖല തന്നെയുള്ള വളരെ വിശാലമായ ഒരു ഏരിയ. കാരണം അത്രയും ദൂരം നടന്നു വന്നതിൻ്റെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു അവസരമൊക്കെ ചേർത്ത് വളരെ വിശാലമായിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ സംസാരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ മണ്ഡപം. ഇപ്പോൾ മഹാവിഷ്ണുവിനെ നമ്മൾ തിരുപ്പതി വെങ്കടേശ്വരനെ കാണാൻ പോകുന്ന വഴിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ അവതാരങ്ങളെയും കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായൊരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെയാണ്. വളരെയധികം മനസ്സിനും ശരീരത്തിനും ആവേശം പകരുന്നതും മനസ്സിനൊരു സന്തോഷമുണ്ടാകുന്നു. ശരിക്കും ഈ വഴിയിൽ, ഈ യാത്ര ചെയ്തു വരുന്ന വഴിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവേശം കൂടി വരിക. തളർച്ച എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതാണ് സത്യം. വരുന്ന വഴിയിൽ തന്നെ നമുക്ക് ധാരാളം സിംഹപാലൻ കുരങ്ങുകളുടെ ഒരു അഭ്യാസ പ്രകടനമാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ അത് മനസ്സിലാവും. അതേപോലെ തന്നെ മാനുകളൊക്കെ ഉണ്ട്. വളരെ ഒരു നമുക്ക് ബാക്കിയുള്ള ഒരു മല കയറുന്ന ഒരു ഫീലല്ല ശരിക്കും പറഞ്ഞു. വളരെയധികം മനസ്സിന് ഉല്ലാസം പകരുന്ന തരത്തിലുള്ളൊരു യാത്ര. ശരിക്കും തിരുപ്പതിയിൽ പോകേണ്ട ബസ്സുണ്ട്. നമ്മൾ ഈ കാൽനടയായി നടന്നു വരുമ്പോൾ 3350 സ്റ്റെപ്പുകളാണ്, 3350 പടികൾ. ആ പടികൾ കയറി വരുമ്പോൾ എങ്ങനെയായാലും ഒരു 4 മണിക്കൂറിന് മുകളിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞാനത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ശ്രീകൃഷ്ണനെ കണ്ടു, അദ്ദേഹത്തിനോട് തൊഴുതു, അദ്ദേഹത്തിനോട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം ഇനി ഇവിടെ ഒരല്പനേരം ശ്രീകൃഷ്ണൻ്റെ അടുത്തൊന്ന് വിശ്രമിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് തിരുപ്പതിയിൽ വന്നാൽ വെങ്കടേശ്വരനെ മാത്രമല്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ അവതാരങ്ങളെയും കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മുകളിലേക്ക് പോകാം. ശ്രീരാമക്ഷേത്രത്തിനരികിലെ വിശ്രമ കേന്ദ്രത്തിൽ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് ക്ഷീണമകറ്റി തിരുമല കയറ്റം തുടരുകയാണ് നമ്മൾ. പരശുരാമന്റെ പ്രതിഷ്ഠയുള്ള മണ്ഡപത്തിന്റെ അരികിലാണിപ്പോൾ നമ്മളുള്ളത്. വനത്തിന്റെ ഭംഗി ആവോളം ആസ്വദിച്ച് നമുക്ക് യാത്ര തുടരാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദേവനാണ് തിരുപ്പതി ബാലാജി. നിത്യവും ഏറ്റവും അധികം ഭക്തർ ദർശനം നടത്തുന്ന ദേവനും തിരുപ്പതി ബാലാജി തന്നെയാണ്. മൊത്തം 3550 പടികൾ കടന്നു വേണം ദേവസ്ഥാനത്തെത്താൻ. കാട്ടിലൂടെയുള്ള നടപ്പാത പൂർണ്ണമായും
മേൽക്കൂരയാൽ സംരക്ഷിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇടവിട്ട് പാതയിൽ ലഘുഭക്ഷണശാലകൾ ഉള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് പാനീയങ്ങൾ കുടിച്ച് ക്ഷീണമകറ്റി നമുക്ക് യാത്ര തുടരാനാണ്. തിരുമലയിലൂടെയുള്ള ഈ യാത്ര വളരെ ആനന്ദം പകരുന്നതാണ്. ഈ യാത്രയിലുടനീളം നമുക്ക് വനത്തിൽ നിന്ന് നടപ്പാതയ്ക്കരികിലേക്ക് വരുന്ന മൃഗങ്ങളെ കാണാൻ കഴിയും. മാനുകൾ ധാരാളം നമുക്ക് മുന്നിലെത്തും. നമ്മൾ യാത്ര തുടരുകയാണ്. പടികളിലും കർപ്പൂരം വെച്ച് കത്തിച്ച് പടികൾ കയറുന്ന ഭക്തർ. പടികളിൽ തിലകം ചാർത്തി മല കയറുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഏഴ് പുണ്യമലകളിലൂടെയാണ് നമ്മുടെ യാത്ര. വൃഷഭഗിരി, വിഷ്ണു വധിച്ച വൃഷഭാസുരന്റെ പേരിലുള്ള മല. ആഞ്ജനാദ്രി, ഹനുമാന്റെ മല. നീലാദ്രി, നീലാദേവിയുടെ മല. ഗരുഡാദ്രി, ഗരുഡന്റെ മല. ശേഷാദ്രി, വിഷ്ണുദാസന്റെ മല. നാരായണാദ്രി, വെങ്കിടേശ്വരന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മല. വെങ്കിടാദ്രി, വെങ്കിടേശ്വരമല. വെങ്കിടേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ദേവസ്ഥാനത്തേക്ക്.
നിത്യവും 20,000-ലധികം ഭക്തർ കാനന പാതയിലൂടെ മാത്രം വെങ്കടേശ്വരനെ കാണാനെത്തുന്നു. വീണ്ടും നമുക്കരികിൽ മറ്റൊരതിഥി, മലയണ്ണാൻ. അവയ്ക്കല്പം പോലും ഭയമില്ല. ഭക്തർക്കരികിലൂടെ അവരിങ്ങനെ ഓടി നടക്കും. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊത്തിയെടുത്ത് മരത്തിലേക്ക് പാഞ്ഞു കയറും. ഇത് കമ്പിവേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ ഉദ്യാനമാണ്. അതിന് നടുവിൽ ഒരു കുളത്തിൽ കാളിയന്റെ ഫണത്തിന് മുകളിൽ നൃത്തം ചെയ്യുന്ന ശ്രീകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ഉദ്യാനമാണ്. ഭക്തർ അവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു ആൽമരമുണ്ട്. വെങ്കടേശ്വരന്റെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള അനേകം പ്രതിമകൾ. തിരുമലയിലേക്കുള്ള 7 മലകൾ താണ്ടിയുള്ള ഈ യാത്ര വളരെയധികം മനസ്സിന് സന്തോഷം പകരുന്നത് മാത്രമല്ല, ഒരു പ്രത്യേക എനർജി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര. കാനനപാതയിലൂടെ ഉള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ദേവസ്ഥാനത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയ്ക്ക് അരികിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. കുറച്ചുകൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെ കുറച്ച് സഞ്ചരിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും മല കയറേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും വെങ്കടേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.